സമ്പൂർണ്ണ ബഷീർ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 5. ജൂലൈ 5-ൻ്റെ പ്രാധാന്യം എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് ജൂലൈ 5. ജൂലൈ 5 നാം ബഷീർ ദിനമായി ആചരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഏത് ദിവസമായിരുന്നു? 1908 ജനുവരി 21 ബഷീർ ജനിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയായിരുന്നു? കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ബഷീറിൻ്റെ പിതാവ് കായ് അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ എന്നിവരായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? കൊച്ചു മുഹമ്മദ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതായിരുന്നു? പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ബാല്യകാലസഖി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥ ആദ്യമായി ചലച്ചിത്രമാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് ആരായിരുന്നു? P.A. ബക്കർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ മരം? മാംഗോസ്റ്റിൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ എടിയെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ ഏതായിരുന്നു? എൻ്റെ നന്ദിനിക്കുട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ ഏതായിരുന്നു? ഏത് പേരിൽ, ഏത് വാരികയിലായിരുന്നു പ്രസിദ്ധീകരിച്ചത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ നന്ദിനിക്കുട്ടി തങ്കം എന്ന പേരിൽ ജയകേരളം വാരികയിലായിരുന്നു ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തിനായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്. ബഷീർ കോഴിക്കോട് ആദ്യമായി ജയിൽവാസം അനുഭവിച്ച സമയത്ത് ഏത് ഇന്ത്യൻ സമര സേനാനിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് 3 ദിവസം നിരാഹാര സമരം നടത്തിയത്? ഭഗത് സിംഗിൻ്റെ മരണവിവരം. ജയിൽ മോചിതനായ ശേഷം ബഷീർ പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഉജ്ജീവനം. ഉജ്ജീവനം പത്രത്തിൽ ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? പ്രഭ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കൃതിയാണ് അറബിയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടത്? ബാല്യകാലസഖി. ബാല്യകാലസഖിയുടെ അറബി പരിഭാഷയുടെ പേരെന്തായിരുന്നു? റഫീഖത്തുസ്സബ. ബഷീർ ആദ്യം ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങി പിന്നീട് മലയാളത്തിലാക്കി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതായിരുന്നു? ബാല്യകാലസഖി. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ഉമ്മ ഞാൻ ഗാന്ധിജിയെ തൊട്ടു ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോഴാണ് ബഷീർ ഗാന്ധിജിയെ തൊട്ടു എന്ന് ഉമ്മയോട് പറയുന്നത്? 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരേയൊരു നാടകം ഏതാണ്? കഥാബീജം. കഥാബീജം എന്ന നാടകത്തിന് അവതാരിക എഴുതിയതാര്? G. ശങ്കരക്കുറുപ്പ്. ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറുകഥ ഏതാണ്? അനർഘ നിമിഷങ്ങൾ.
ബഷീറിൻ്റെ ഒരു കൂട്ടുകാരൻ ബഷീറിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏതാണ്? എൻ്റെ ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പേരിൽ കവിത എഴുതിയ ബഷീറിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ONV കുറുപ്പ്.